സാറിന് അവധി കിട്ടുന്നെന്ന്? എനിക്ക് ഒരു അവധിയില്ല. ഞായറാഴ്ച അടക്കം ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഞായറാഴ്ച ദിവസം ഞാൻ വണ്ടി ഓഫീസിൽ പോകും, എൻ്റെ വർക്ക് ചെയ്യാൻ നോക്കും. 12 മണിക്ക് ഇവിടെ വരും. അന്നാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരൊറ്റ റെസ്റ്റ്. അത് മാത്രമേ എനിക്ക്. ബാക്കി എല്ലാ ദിവസവും ഞാൻ പോകും. അപ്പൊ ഈ ഭക്തിമാർഗത്തിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് പാരമ്പര്യമായിട്ട് പൈസയൊക്കെയുള്ള ആൾക്കാർ ഓലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, ഒന്നും ചെയ്യണ്ട. ആ സമയത്ത് അല്ലല്ല, അങ്ങനെയുള്ള സമയത്ത് നമുക്കതല്ല, നമുക്ക് കാലത്ത് വിട്ട് വൈകുന്നേരം തന്നെ ജോലി ചെയ്താലേ ഇവിടെ എന്തെങ്കിലും അരി വാങ്ങാനും പിള്ളേരെ നോക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. ദൈവത്തിലൊക്കെ ഇതൊക്കെ ഇവരതാണ്. ആ മക്കളുണ്ട്, ഓലെ അഭിപ്രായത്തിൽ നമ്മളതിന് എതിരില്ല, ഇവളെന്ത് ചെയ്യുന്നത് നമുക്ക് അതിനെതിരില്ല. അവർക്ക് എന്ത് വേണമെങ്കിൽ അമ്പലത്തിലൊക്കെ പോകലുണ്ട്. എല്ലാ അമ്പലത്തിലും പോകും, ചർച്ചിൽ പോകും, വെള്ളിയാഴ്ച ദിവസം പോകും, ഞായറാഴ്ച ദിവസം പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ചില ജീവിതത്തൊക്കെ പറയും, ചില ടെൻഷനിലൊക്കെ വരുന്ന സമയത്ത് എന്തിനാ പോകുന്നൊക്കെ ചോദിക്കും. പിന്നെ ഒന്നോട്ട് പറയുകയും ചെയ്യില്ല, അത് ഇഷ്ടത്തിനായിക്കോട്ടെ. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ സമ്പന്നരായ അല്ലെങ്കിൽ കാശുള്ള കുടുംബത്തിലുള്ള മക്കൾ ഉഴപ്പി പോകാറുണ്ട്. അപ്പൊ ഈ കുടുംബമായിട്ട് ചേർന്ന് തന്നെയാണ് എപ്പോഴും കുട്ടികൾ ഉഴപ്പുന്ന ഒരു കണ്ടീഷനിൽ മക്കൾ ഇവിടെ അമ്മേനെ ഞാനിവിടെ ഇല്ലെങ്കിൽ അമ്മ മെയിൻറ്റെയിൻ ചെയ്തോളും. പിന്നെ അവളെ കസ്റ്റഡിയിൽ ഇവർ അങ്ങോട്ടും പോകാൻ പാടില്ല, പോകില്ല. ചോദിക്കുന്ന അങ്ങോട്ടും പോകണമെങ്കിൽ തന്നെ ഒന്നുകിൽ എനിക്ക് വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ ഇവള് പറയും അച്ഛനോട് വിളിച്ചു ചോദിക്കും. അച്ഛനോട് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഞാൻ നാട്ടിലായിരുന്നു, കഴിഞ്ഞ 4-ാം തീയതി ഞാൻ നാട്ടിലായിരുന്നു. അപ്പം എന്നോട് എനിക്ക് ഊട്ടി പോകണ്ട അച്ഛൻ, 5-8 എന്തിനാ പോകുന്നു ചോദിച്ചു. അങ്ങനെ 5-8 ഫ്രണ്ട്സുകളുണ്ട്, കോളേജിലെ പിള്ളേരാണ്. ആയിക്കോട്ടെ പോയിക്കോട്ടെ. അതിന് നമ്മൾ അവനെ പറഞ്ഞേക്കേണ്ട, അവനെ മനസ്സിനൊരു മുറിവ് വേണ്ട. അപ്പം പൈസ വേണമെന്ന് പറഞ്ഞ്, പൈസ നീ ATM എടുത്തോന്ന് പറഞ്ഞ് പൈസ എടുത്ത് അവൻ പോയി. ഇന്നലെ ഞാൻ വന്നു. അതിലൊന്നും വിരോധമൊന്നുമില്ല. പക്ഷെ തെറ്റായ വഴിയിലേക്ക് നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല, പോകാൻ അനുവദിക്കില്ല. അവരുടെ പോക്ക് ഇപ്പം മോൻ്റെയും മോളും അവരുടെ ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ളത് ഞങ്ങൾ ദിവസേന വാച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ രീതികൾ തെറ്റായ രീതികളാണെന്ന് വെച്ചാൽ നമ്മളതിനെ തർക്കമായിട്ട് അവൾക്ക് ശിക്ഷിക്കുകയും ചെയ്യും. ഓൽക്കറിയാം, അച്ഛൻ്റെ അമ്മേനെ സ്വഭാവം ഓൽക്കറിയാം, ഓല കണ്ടീഷനുകളും പോവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും മക്കൾ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ ശ്രദ്ധിക്കുന്ന ഒരു അച്ഛനും ഉണ്ട് അല്ലെ? ഇത്രയും ജോലി തിരക്കാണെങ്കിൽ മക്കളുടെ പിന്നല്ലാതെ അതെല്ലാം ഞാൻ ഇവിടുന്ന് ഓഫീസിലായിരുന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ ഞാനത് നോക്കും. നാട്ടിലാണെങ്കിൽ നാട്ടിൽ ഇങ്ങോട്ട് വിളിക്കും. അത് കാര്യങ്ങൾ അങ്ങോട്ടാ പോയത്, എവിടെയുള്ളത്, എന്താ ഉള്ളത്, എങ്ങനെയുണ്ട്, കോളേജിൽ പോയിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, അല്ല സിനിമയ്ക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ. എന്തായാലും കുറെ സന്ദേശങ്ങളാണ് സാറ് തന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി എന്താണ് അധ്വാനം, എന്താണ് ഭക്തി. കാരണം അധ്വാനം തന്നെയാണ്, അതിൽ തന്നെ ദൈവമുണ്ട്. നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനുള്ള ഒരു പ്രയോജനം ഉണ്ടാവും. അതിൽ ഭക്തി എല്ലാവർക്കും ചെയ്യാം. ഭക്തി ചെയ്യുന്നതിന് നമുക്ക് വിരോധമല്ലേ അതില്. ഭക്തി പോയിക്കോട്ടെ, എന്താ ഭക്തിന്റെ മാർഗത്തിൽ കൂടെ പോവുക, ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാം. ഇത് തന്നെ അതിനകത്ത് കുറച്ച് സമയം കണ്ടിട്ട് ഞാൻ നാട്ടിലൊക്കെ പോകുന്ന ഉത്സവമൊക്കെ കാണാൻ ഞാൻ പോകാറുണ്ട്. നമുക്ക് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള പിന്നെ മെയിനായിട്ടുള്ള ഉത്സവങ്ങളൊക്കെയാണ്. ഈ ഉത്സവങ്ങളിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന സംഭാവനകൾ നമ്മൾ കൊടുക്കും, അന്നദാനത്തിനുള്ള പൈസ കൊടുക്കും. പിന്നെ ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ, നമ്മൾ ഒരുപാട് കാലം മുന്നേ കണ്ട അമ്പലങ്ങളാണ്, അവിടെയുള്ള പരിപാടികളുണ്ട്. നമുക്ക് കാണണം തോന്നിയിട്ടുണ്ടെങ്കിൽ അന്ന് ലീവ് എടുത്ത് പോകും. ഞാൻ 2 ദിവസം ലീവിന് ഞാൻ പോകും, പോയി പരിപാടി കണ്ടുവരും, തിരിച്ചു വരും. ഇതൊക്കെ ചെയ്യണം, നമുക്ക് വിരോധമൊന്നുമില്ല. മലയാളത്തിനെയും മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, മലയാളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും വർഷമായി 28 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് മലയാളത്തിനെ മറന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾക്ക് ഈ അന്യദേശത്തുള്ള മലയാളികളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? കാരണം ഇവർ നമ്മുടെ നാടിനെ മറന്നു, അല്ലെങ്കിൽ അവർ ഇന്നും മലയാളത്തിനെ സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരൊക്കെ 150% മലയാളത്തിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ കുടുംബം മലയാളത്തിൻ്റെ രീതി തന്നെ ഒരു മലയാളിയായ പ്രിയതമയെ കിട്ടി, 2 നല്ല കുഞ്ഞുമക്കളെ കിട്ടി, നന്നായിട്ട് പഠിക്കുന്നു, ഇപ്പോഴും അധ്വാനത്തിൻ്റെ പാതയിലാണ്. തീർച്ചയായിട്ടും സഫലം ഈ യാത്രയിൽ അടുത്ത തവണ ഞാൻ വരുമ്പോഴേക്കും ഇത് അത്യുന്നതങ്ങളിൽ എത്തും എന്നുള്ള യാതൊരു സംശയമില്ല. കാരണം സഫലം ഈ യാത്രയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ വ്യക്തികളെല്ലാം പിന്നീട് ഇതിനേക്കാൾ ഉയർന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞങ്ങളോടൊപ്പം ഇത്രയും സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. തിരക്കുള്ള ജീവിതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ, 10-15 കിലോമീറ്റർ ആണ് വീട്ടിലേക്ക് എത്തിയത്. വളരെ നേരത്തെ ഇന്ന് എത്തിയെന്ന് പറഞ്ഞു, വളരെ തിരിച്ച് നേരത്തെ. അപ്പോൾ ഇന്റർവ്യൂവിന് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.